ബാബു താങ്കൾക്ക് മറുപടി നൽകാം. ആർഎസ്എസിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ താങ്കൾ ആർഎസ്എസിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണോ താങ്കൾ ജഡ്ജിയുടെ അഭിപ്രായങ്ങൾ തെറ്റില്ല എന്ന് പറയുന്നത്? ഞാൻ ആർഎസ്എസിന്റെ ആശയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ജഡ്ജി നടത്തിയ പ്രസ്താവനയെ എത്ര കണ്ട് വളച്ചൊടിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാതൃഭൂമി, ഞാൻ നിങ്ങളെ വേറൊരു ചാനലിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്, പക്ഷേ മാതൃഭൂമിയുടെ ഒരു പ്രശസ്ത പത്രമാണല്ലോ. മാതൃഭൂമിയിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം. മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടകരമാണ്, അവർ രാജ്യത്തിനെതിരാണ്, രാജ്യപുരോഗതി ആഗ്രഹിക്കാത്തവരാണ്, അവരെ കരുതിയിരിക്കണം തുടങ്ങിയ പരാമർശങ്ങളും ജസ്റ്റിസ് യാദവിൽ നിന്നുണ്ടായി. സ്മൃതി, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ ജസ്റ്റിസ് യാദവ് ഈ തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്ന്? 33 മിനിറ്റുള്ള പ്രസംഗത്തിൽ ഈ തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടോ? എങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാക്കി? ഞാൻ പറഞ്ഞ വാചകങ്ങൾ പോലും താങ്കൾക്ക് അന്യമത വിദ്വേഷമായി തോന്നാത്ത സ്ഥിതിക്ക് വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, ഞാനൊരാളല്ലേ ഉള്ളൂ, എനിക്ക് പറയാനുള്ളൊരു സമയം തരൂ. അപ്പോ അതൊന്ന് ഞാൻ പറയുന്നത് ഇതാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ ശിവദാസനുള്ള മറുപടി, ശിവദാസൻ പറയുന്നത് മുഴുവൻ എവിടെയാണ് ഈ പറയുന്ന ഒബ്ജക്ഷനബിൾ എന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സമാനമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചോ ഒന്നും ഒരു ഒബ്ജക്ഷനും ഈ കാര്യത്തിൽ കാണാൻ സാധ്യമല്ല. സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറയുന്നു. ഭരണഘടന പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്? അത് ജഡ്ജി പറഞ്ഞാൽ എങ്ങനെ തെറ്റാവുന്നേ? അപ്പൊ അതുകൊണ്ട് ഞാനത് അവിടെ അല്ല ഒരുപാട് കോടതികൾ പറഞ്ഞതാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ. ഒരുപാട് കോടതികളുടെ വിധിയുണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാനത് അവിടെ പറഞ്ഞു നിൽക്കുന്നു. എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ ആവശ്യം പോലെ പറയാം. എനിക്ക് സമയമില്ലല്ലോ, നമ്മുടെ ചർച്ച തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട്, ശ്രീ എം.എൻ. കാരശ്ശേരി സാറ് പറഞ്ഞോളൂ. അതെ, അതാ പറഞ്ഞു. എം.എൻ. കാരശ്ശേരി സാറ് അദ്ദേഹത്തിന് അന്ധമായ മോഡി വിരോധമാണ്. അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകനാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ്. ആ കോളത്തിന് ചേരുന്നതല്ല അദ്ദേഹത്തിന് ആ അടിക്കുറിപ്പ്. അദ്ദേഹത്തിന്റെ താഴെ എഴുതുന്ന കോളത്തിന് ചേർന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അതായത് കാലങ്ങളായിട്ട് 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്നു, ഇലക്ഷൻ കമ്മീഷൻ തകർന്നു, കോടതി തകർന്നു. ഇതൊരു ആസൂത്രണം. ഇപ്പൊ പുറത്തു വന്ന വാർത്തകൾ എന്താ? OCCRPയുടെയും ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയും ഒക്കെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് അഴിച്ചുവിടുന്ന ഒരു പ്രചരണത്തിന്റെ കൈക്കോടാലികളായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ സ്കൂൾ ഓഫ് തോട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതായത് സുപ്രീം കോടതി ആണ് ഈ അടുത്ത ദിവസം പറഞ്ഞത്, തങ്ങൾക്ക് അനുകൂലമാവുന്ന വിധി വരുമ്പോൾ കോടതി എതിരാവുമ്പോ ശരി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ആർ.വി. ബാബു, ഈ അയോധ്യ വിധി പുറപ്പെടുവിച്ച 4 ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷം സർക്കാർ പല മേഖലകളിലായി പുനർനിയമനം നൽകിയതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, ആ വിവരങ്ങളുണ്ടല്ലോ. ബാർ ആൻഡ് ബെഞ്ച് എന്ന നിയമ പോർട്ടലിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഒന്ന് പറയട്ടെ കണക്ക് പ്രകാരം 5 വർഷത്തിനിടെ 5 വർഷത്തിനിടെ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാരിൽ 21% പുതിയ സർക്കാർ നിയമനങ്ങൾ സ്വീകരിച്ചു. ഇനി താങ്കൾ പറയുന്ന ഹിന്ദി മനസ്സിലാക്കാത്തവർ എന്ന രീതിയിൽ താങ്കൾ ഈ പ്രസംഗത്തെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ കപിൽ സിബലിന് ഹിന്ദി അറിയില്ലേ? കപിൽ സിബൽ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി എംപിമാരാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്തിനാണ് ഇദ്ദേഹത്തെ ക്രിമിനൽ കേസുകൾ പരിഗണിക്കൽ നിന്ന് മാറ്റിയത്? ഈ പ്രസംഗത്തിൽ ഒരു കുഴപ്പവുമില്ലെങ്കിൽ ഇനി സിവിൽ കേസുകൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ എന്തുകൊണ്ടായിരിക്കാം? അതല്ല, അവിടെ സുപ്രീം കോടതി എന്താ ചെയ്യുക? സുപ്രീം കോടതി ഒരു വിവാദം കെട്ടടങ്ങാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് പാകിസ്ഥാൻ വിവാദത്തിലും സുപ്രീം കോടതി അത് തന്നെ ചെയ്തതേ. ഇതിനകത്ത് ഈ ഹൈക്കോടതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആകെ ഈ പറഞ്ഞ പോലെ ആകെ ഇതുപോലുള്ള ചില സ്ഥാനങ്ങൾ അപ്പുറത്തേക്കൊക്കെ മാറ്റാം. ചിലപ്പോൾ കോടതിയിൽ നിന്ന് റാഞ്ചി, ഇവിടെ നിന്ന് അലഹബാദിൽ നിന്ന് റാഞ്ചി കോടതിയിലേക്കോ പാറ്റ്ന കോടതിയിലേക്കോ മാറ്റാം. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ചെയ്യാൻ പറ്റുന്നത് ഇംപീച്ച്മെന്റിലാണ്. അത് നടക്കില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നടക്കട്ടെ. ഇവിടെ ഒരു കോടതിയിൽ കർണൻ എന്ന് പറഞ്ഞ തമിഴ്നാട് കോടതിയിലെ ജസ്റ്റിസിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടു അയാളെന്ന് അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച്, അതിൻ്റെ സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ച് തർക്കിക്കാനല്ല. അടിസ്ഥാനപരമായി ഈ വിഷയത്തെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവതരിപ്പിച്ച് നാട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അന്യമത വിദ്വേഷമില്ല, അതിൽ പ്രതികരിക്കുന്നതിനാണ് വിദ്വേഷം. വിഷയമില്ല.
ഒരു വിഷയവും നല്ല വിശകലനം. ശ്രീ പ്രശാന്ത് പത്മനാഭനിലേക്ക്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഒരു 2 മിനിറ്റിൽ പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാം. ഇതിന്റെ അവസാനം എന്തായിരിക്കും? താങ്കൾ പറഞ്ഞ പോലെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ അതിൽ ഭരണപക്ഷം കൂടി അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രീ ശിവദാസ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹത്തെ പോലുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുപോലെയാണ് പാർലമെന്റിലെ ഭരണപക്ഷം പെരുമാറുന്നതെങ്കിൽ ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാകുമെന്ന് വലിയ ശുഭാപ്തി വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. ലോകം കാണുകയാണ് ഇന്ത്യയിലെ ഒരു വലിയ കോടതിയിലെ ജഡ്ജി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. നേരത്തെ കാർശ്ശേരി മാഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാനൊരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഭരണഘടന കുറച്ച് വക്കീലന്മാർക്കോ ജഡ്ജസിനോ മാത്രം അവകാശപ്പെട്ടതല്ല. ഈ രാജ്യത്തെ എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയാണ് ഈ ഭരണഘടന നൽകുന്നതെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ഈ ഭരണഘടന തന്ന സമയത്ത് എല്ലാവർക്കും ഇതിലൊരു ഭാഗഭാക്കാകാനുള്ള ഒരു ഭാഗധേയം നിർണ്ണയിക്കാനും അതിലെ വോട്ട് ചെയ്യാൻ മാത്രമല്ല ഭരണത്തിന്റെ ഭാഗമാണ്, ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് തോന്നാൻ വേണ്ടി കൂടിയാണ് ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷം പറയുന്നതനുസരിച്ച് നടന്നാൽ മതി എന്നാണെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുന്ന നിയമങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്? പല നിയമങ്ങൾ എന്തുകൊണ്ടാണ് കോടതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത്? ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ. ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറയാം. നോയിഡയിൽ ഒരു ഹോസ്പിറ്റലിലെ മലയാളി നേഴ്സുമാരാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് മിസ്റ്റർ പത്മനാഭൻ, എങ്ങനെയാണ് ഷാബാനു കേസിലെ വിധി മറികടന്നത്? ഷാബാനു കേസിലെ വിധി മറികടന്നത് എങ്ങനെയായിരുന്നു? പത്മനാഭൻ ഒന്ന് പറഞ്ഞു. ഷാബാനു കേസിലെ വിധി മറികടന്നത് കോടതിയിൽ എങ്ങനെയാ? ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞില്ലേ, സതി നിർത്തലാക്കിയോ, ഇനി കൊണ്ടുവരാൻ പറ്റുമോ, മറ്റേ അയിത്തം കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഷാബാനു കേസ് വിധി മറികടന്നത് എങ്ങനെയാ? ഭൂരിപക്ഷ വിധി അടിസ്ഥാനത്തിലാണോ? ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണോ? ചോദ്യം ചെയ്യപ്പെട്ടു. ഡാനിയൽ ലത്തീഫി എന്ന കേസിൽ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ചിട്ടാണോ? അപ്പൊ ഇതൊക്കെ നടക്കും. ഭൂരിപക്ഷ തീരുമാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. നോയിഡയില് ഒരു ഹോസ്പിറ്റലിലെ മലയാളി നഴ്സുമാര് മലയാളത്തിൽ സംസാരിക്കരുത്. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദി സംസാരിക്കുന്ന ഒരു ഓർഡർ പാസ്സാക്കി. അത് ഭരണഘടനാ വിരുദ്ധമാണ്. രാജ്യത്തെ ഇവിടുത്തെ പെട്ടെന്ന് ഒരു അറിയിപ്പ് ജനങ്ങളെ ഇതിനെതിരായിട്ട് വന്നപ്പോൾ ഗവൺമെന്റ് അതിനെതിരായിട്ട് വാണിംഗ് കൊടുത്തപ്പോൾ ഹോസ്പിറ്റൽ അത് പിൻവലിച്ചു. ഭരണകൂട നീതി എന്ന് പറയുന്നത് എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിന്, നമ്മളെല്ലാവരും ന്യൂനപക്ഷമാണ്. കേരളത്തിന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഒരു ഭാഷാ ന്യൂനപക്ഷമാണ്. അപ്പൊ ഈ ന്യൂനപക്ഷ റൈറ്റിന് എതിരാവരുത്, അത്രേ ഉള്ളൂ സാർ. ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കാതെ ഏത് നിയമവും നമുക്ക് പാസ്സാക്കാം. ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കാതെ ഏത് നിയമവും പാസ്സാക്കാം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും ബേസിക് സ്ട്രക്ചറിനെയും മറികടന്നുകൊണ്ട് ഭരണഘടന അമെന്റ്മെന്റ് പോലും പറ്റില്ലെന്നാണ് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിരിക്കുന്നത്. ആ കേസ് വെളിയിലുള്ള ശരി, നമുക്ക് സമയം കഴിയുന്നതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ശ്രീ RV ബാബുവിന്റെ എതിരഭിപ്രായം തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് നമ്മുടെ മനസ്സിലാക്കൽ? ജനാധിപത്യം എന്നാൽ എന്താണ്? ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളിലൂടെ അല്ലാതെ എങ്ങനെ ഒരു ജഡ്ജിക്ക് പുറത്ത് രാഷ്ട്രീയം പറയാൻ പറ്റും? അങ്ങനെ പറയുന്നവർക്ക് പിന്നീട് എന്തൊക്കെ സ്ഥാനങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. Debate with Smriti Parittikad.